വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണണം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 2 ദിവസം നീണ്ടുനിന്ന വൈറ്റ് മേഖലാ വാർഷികം ചെറായി സഹോദരൻ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സമാപിച്ചു. യൂറിക്ക ബാലവേദി പ്രവർത്തകർ സുനിത വില്യംസിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നടത്തിയ സ്വാഗത ഗാനത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. മേഖലാ പ്രസിഡന്റ് CB ജോൺസന്റെ അധ്യക്ഷതയിൽ ചേർന്നുള്ള സമ്മേളനം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ MK ദേവരാജൻ, ജോയിന്റ് സെക്രട്ടറി PV അനിയൻ, P മുരളി എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി NK ബിന്ദു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ NS ഷാജി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഇന്നത്തെ ആദ്യ സെഷന്റെ കാര്യപരിപാടികൾ: 1 അനുശോചനം, 2 സ്വാഗതഗാനം, പിന്നെ ഔപചാരികമായിട്ടുള്ള സ്വാഗത പ്രസംഗം, അധ്യക്ഷ പ്രസംഗം, ഉദ്ഘാടനം, ആശംസകൾ. നന്ദി. ആദ്യമായി അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി P മുരളി തന്നെ അതൊരു ക്ഷണിക്കും. എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഈ കാര്യങ്ങളിൽ നമ്മൾ വിട്ടുപോകും. അതിനൊക്കെ എടുത്തു പറയാവുന്ന പലരുണ്ടെങ്കിൽ തമിഴ് സ്കൂളിൽപ്പെട്ട അധ്യാപകർ അതിൻ്റെ ആദ്യമായിട്ട് പങ്കെടുത്ത അദ്ദേഹത്തെ വന്ന് കണ്ടതും അദ്ദേഹത്തിലേക്ക് ക്ഷണിക്കുന്നതും ആയുർവേദ പ്രവർത്തനങ്ങൾക്ക് അനുഭവം ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എല്ലാ മേഖലകളിലും അധ്വാനം പ്രവർത്തിക്കുകയും ജില്ലയിലെ പ്രസിഡന്റ് സ്ഥാനവും മറ്റു കാര്യങ്ങളൊക്കെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതാണ്. ഇതുകൂടാതെ ഈ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നക്ഷത്രത്തിന് ഇഷ്ടപ്പെട്ടുള്ള ക്ലാസ്സുകൾ മറ്റൊരു കാര്യങ്ങൾ ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പോയ ടീച്ചറും എന്ത് കാലം ഏറ്റെടുത്താലും അത് സമയമില്ല എന്ന് പറയാതെ എല്ലാ വലിയ എങ്ങനെ സമയം കിട്ടുന്നതെന്ന് പോലും നമ്മൾ മനസ്സിലാക്കാത്ത അവസ്ഥ. അതും ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥിരമാണ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പോകുന്ന ഉദ്വാസനത്തിൻ്റെ പ്രവർത്തനമാണെങ്കിലും അക്ഷരത്തിൽ സജീവമായ നമ്മളെല്ലാം പ്രവർത്തിച്ചു ഒരു മൈജീഷ്യനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം അന്ധവിശ്വാസങ്ങളായ ഇതിലൂടെ പോകുന്നതാണ്. അയ്യോട്ടി ശശിയുടെ പാഠശാലയുടെ പ്രവർത്തനമായിട്ട് സജീവമായ കൃഷിപ്രവർത്തനമാണ്. അതുപോലെ അയ്യമ്പഴി തന്നെ സാധാരണ കാസർഗോഡുകാരനാണെങ്കിലും അതിൻ്റെ സാമൂഹികമായ കവിതാരകളുടെ ശോഭിച്ചിട്ടുള്ള അതുപോലെ നാളത്തെ പുള്ളികൃഷ്ണൻ അദ്ദേഹം വളരെയേറെ മറ്റു ജില്ലാ മേഖലകളിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ കാര്യങ്ങളെ ശിവരാമൻ അദ്ദേഹം പക്ഷത്തിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ ആദ്യപ്പെട്ട അമ്പലത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. 1960 പക്ഷത്തിൽ ഉപയോഗിക്കുന്ന അതുപോലെ അദ്ദേഹത്തിൻ്റെ അതുപോലെ തിരിച്ചു പറയാവുന്ന താല്പര്യത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ പ്രവർത്തനത്തിന് ഊർജം പകരുകയും
അവർ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ആളുകളുടെ പേരുകൾ മാത്രം പറഞ്ഞ് അനുസരിക്കപ്പെടാന്നുള്ളതല്ല, അവരുടെ ആ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ആ പരിശുദ്ധ കാലങ്ങളിൽ ഓരോരുത്തരും അതായിട്ട് മാറുന്ന അവസ്ഥയാണ്. പരിശുദ്ധ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു വേദിയായിട്ട് ഈ സന്ദർഭം ഉപയോഗിക്കപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അവരുടെ എല്ലാ അവതരിപ്പിച്ചുകൊണ്ട് നിൽക്കും. എന്നാൽ വിട്ടുകൊണ്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ ചർച്ച ചെയ്തതിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സൈന്യം പറഞ്ഞത് ഈ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസരമായതെന്ന് ഒത്തുകൂടുകയാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ 63 വർഷമായി ശാസ്ത്ര പ്രചാരണ രംഗത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെടുന്ന സംഘടന എന്നുള്ള എനിക്ക് പരിഷത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനും ചെയ്തു തീർക്കാനും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് പരിഷത്തിന്റെ പ്രസക്തി ഏറി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഒത്തുകൂടി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നില്ല. അത് നമ്മൾ നിത്യവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള പി ജോൺസൺ മാഷാണ്. മാഷ് എന്ന് പറയാൻ ശരിയാവില്ല, ഔപചാരിക പേര് പരിഷത്തിന്റെ മേഖലാ പ്രസിഡന്റ് കൂടിയാണ് കക്ഷി. മേഖലാ പ്രസിഡന്റ് സ്ഥാനത്ത് ഇത്തരം യോഗങ്ങളെ അധ്യക്ഷ വഹിക്കുന്നത്. മേഖലാ പ്രസിഡന്റിനെ ഔപചാരികതയിൽ സ്വാഗതം പറയുന്നു. വെള്ളം കയറുന്നൊരു പരിപാടിയാണ് വേലിയേറ്റ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മൊത്തമല്ല പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഇടവനക്കടയും ഞാറക്കടയും നായമ്പലത്തെ അത്രയും രൂക്ഷമാണെങ്കിലും പള്ളിപ്പുറം പഞ്ചായത്ത് അക്കാര്യത്തിൽ വളരെ രൂക്ഷമായിട്ടൊരു പഞ്ചായത്ത് തന്നെയാണ് ആ വേലിയേറ്റ കാര്യത്തിൽ. അതിനുള്ള പരിഹാരം കാണുന്നതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പരിഷത്തിന്റെ പ്രമുഖരായ പ്രവർത്തകരെ ഇന്ന് നമുക്കിവിടെ സ്വാഗതം ആശംസിച്ച് ദേവരാജൻ മാസ്റ്റർ ഇവിടെ സംഘടന രേഖ അവതരിപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പരിഷത്തിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയപ്രകാശ് മാസ്റ്റർ ഇന്ന് ഈ വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ, നമ്മുടെ സംഘടനയുടെ സെക്രട്ടറി ശ്രീമതി ബിന്ദു, ട്രഷറർ സാബു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സവിത, ബിനു, ഇവിടെ എല്ലാ യൂണിറ്റുകളെയും പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള പരിഷത്തിന്റെ ബഹുമാന്യരായിട്ടുള്ള പ്രവർത്തകരെ, പരിഷത്തിനെ എന്നേക്കാൾ ഒരുപടി കൂടുതൽ അറിയുന്ന ആളുകളായിരിക്കും ഇവിടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഭൂരിപക്ഷം ആളുകൾ. നമുക്കറിയാം
സത്യ ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ ഒന്നും സാധാരണ ജനങ്ങൾക്ക് അധികം പ്രാപ്യമല്ലായിരുന്ന ഒരു കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിൻ്റെ ഗാനങ്ങളും അതിൻ്റെ നാടകങ്ങളിലൂടെ പുതിയ ഒരു അറിവ്, പുതിയ അറിവിൻ്റെ ഒരു ലോകം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഒരു രീതിയിലൂടെയാണ് പരിഷത്ത് അതിൻ്റെ ജനകീയ മുഖം വെളിപ്പെടുത്തുന്നത്. അന്ന് നക്ഷത്രങ്ങൾ നോക്കുന്ന ടെലസ്കോപ്പും പഠന ക്ലാസ്സുകളും നാടക കളരികളും പുത്തൻ അറിവുകളും എല്ലാം പകർന്നുകൊണ്ട് സ്കൂളുകളിലും പൊതുജനങ്ങളുടെ ഇടയിലുമെല്ലാം പരിഷത്ത് അതിൻ്റെ ജാഥകളുമായി എത്തുമ്പോൾ അതൊരു നവ്യ അനുഭവമായിരുന്നു. എന്നാൽ അതിനുശേഷം പരിഷത്തിന്റെ പ്രവർത്തനങ്ങൾ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി. അതിൻ്റെ ഉൽപ്പന്നങ്ങളിലൂടെ പരിഷത്ത് അടുപ്പ്, അതുപോലെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, പുതിയ പുസ്തക എല്ലാത്തിലൂടെ സമഗ്രമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പരിഷത്ത് അതിൻ്റെ ശേഷി വ്യാപിപ്പിച്ചു. ഇന്ന് ഈ കാലത്ത് എത്തി നിൽക്കുമ്പോൾ പഴയകാല പരിഷത്ത് പ്രവർത്തനങ്ങളുടെ ആ രീതി കൊണ്ട് മാത്രം സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ സമൂഹം ആകെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. വിജ്ഞാനത്തിന്റെ സമസ്ത മേഖലയിൽ ഒരു വിസ്ഫോടനം നടന്ന രീതിയിൽ സകല മേഖലകളെയും ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ അനുഭവവേദ്യമാവുന്ന രീതിയിലേക്ക് കാലം മാറി കഴിഞ്ഞു.